നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന ഭൂഷൺ ഫസ്റ്റ് പാർട്ട് തേർഡ് പേപ്പറിൻ്റെ അനുവാദമാലയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. പേജ് നമ്പർ 170 ആൻസറുണ്ട്. ക്വസ്റ്റ്യൻ അനുവാദമാല ടെസ്റ്റിൽ 6ാമത്തെ പേജിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. भारतवर्ष की सभी भाषाओं या तो प्रत्यक्ष रूप से या अप्रत्यक्ष रूप से संस्कृत से निकलती है. भारतवर्ष की सभी भाषाएं ഭാരതത്തിലെ എല്ലാ ഭാഷകളും പ്രത്യക്ഷ രൂപ से या अप्रत्यक्ष रूप से संस्कृत से निकलती है. പ്രത്യക്ഷമായോ പരോക്ഷമായോ സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ളവയാണ്. गुजराती, मराठी और बंगला की तो लिपियाँ भी देवनागरी से मिलती जुलती है. അപ്പോൾ गुजराती, मराठी और बंगला की तो लिपियाँ भी देवनागरी से मिली जुली है. അപ്പോൾ ഗുജറാത്തി, മറാഠി, ബംഗാളി എന്നീ ഭാഷയുടെ ലിപികൾക്ക് ദേവനാഗരി ലിപിയോട് സാമ്യമുണ്ട്. അതാണ് മിൽത്തി ജുൽത്തി ഹെ, സാമ്യമുണ്ട്. യദ്യപി ദക്ഷിണ ഭാരത് की ഭാഷാओं की लिपियाँ बिल्कुल भिन्न है. യദ്യപി എന്നാൽ ദക്ഷിണ ഭാരതത്തിലെ ഭാഷയുടെ ലിപികൾ തികച്ചും എന്താണ്, വ്യത്യസ്തമാണ്. യദ്യപി ദക്ഷിണ ഭാരതീയ ഭാഷാക്കി ലിപിയ ബിൽക്കുൽ തികച്ചും ഭിന്ന ഹെ, വ്യത്യസ്തമാണ്. പരന്തു ഫിർ ഭി ഉസ്മേ സംസ്കൃത ശബ്ദോं की बहुत अधिकता है. എന്നിരുന്നാലും അവയിൽ എന്തുണ്ട്, സംസ്കൃത ഭാഷകളുടെ വാക്കുകളുടെ വളരെയധികം പങ്ക് ഉണ്ട്. അപ്പോൾ അതിലെല്ലാം സംസ്കൃത ഭാഷകളും അധികമായി എന്തെന്ന് കാണുന്നുണ്ട്. परंतु फिर भी उसमें संस्कृत भाषा की बहुत अधिकता है. अरबी और फारसी के शब्द भी सभी प्रांतीय भाषाओं में कुछ ना कुछ मिलती है. അറബിയിലെയും പേർഷ്യൻ ഭാഷകളിലെയും വാക്കുകൾ എല്ലാ പ്രാദേശിക ഭാഷകളിലും എന്തുണ്ട്, കാണാറുണ്ട്. परंतु उनमें संस्कृत शब्दों की उतनी अधिकता नहीं होती जितनी हिंदी में होती है. परंतु പക്ഷേ ഉന്മേ സംസ്കൃത ശബ്ദോं की उतनी अधिकता എന്നാൽ ഹിന്ദിയിലുള്ള അത്രയും സംസ്കൃത വാക്കുകളെന്തില്ല, അവയിൽ ഇല്ല. इसलिए यह बात बिल्कुल ठीक है. അതുകൊണ്ട് തന്നെ ഇത് വളരെ തികച്ചും എന്താണ്, ശരിയാണ്. कि भारतवर्ष में ऐसी हिंदी बहुत सहज में स्वीकृत और प्रचलित हो सकती है. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ സംസ്കൃത വാക്കുകൾ അധികം ഹിന്ദിയെ സ്വാഭാവികമായി സ്വീകരിക്കുകയും പ്രചാരത്തിൽ വരുത്താൻ കഴിയുമെന്നതെന്നോ യഥാർത്ഥത്തിൽ അത് സത്യം തന്നെയാണ്. परंतु फारसी और अरबी के शब्द से लदी हुई उर्दू भाषा के लिए संयुक्त प्रांत और पंजाब के नगरों और कस्बों तथा हैदराबाद के बड़े बड़े शहरों की सिवा और कोई क्षेत्र नहीं है. परंतु उनमें संस्कृत शब्दों की उतनी अधिकता नहीं होती जितनी हिंदी में होती है. इसलिए यह बात बिल्कुल ठीक है. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും എന്താണ്, ശരിയാണ് അല്ലേ. कि भारतवर्ष में ऐसी हिंदी बहुत सहज और स्वीकृत और प्रचलित हो सकती है जिसमें संस्कृत के शब्द अधिक हो. അപ്പോൾ എന്താണ്, അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ സംസ്കൃത വാക്കുകൾ അധികമുള്ള ഹിന്ദിയെ സ്വാഭാവികമായി സ്വീകരിക്കുകയും പ്രചാരത്തിൽ വരുത്താൻ കഴിയുമെന്ന കാര്യത്തിൽ അതെന്താണ്, സത്യം തന്നെയാണ്. दूसरे प्रांतों के मुसलमान भी ऐसी हिंदी सहज में समझ सकते हैं. മറ്റുള്ള പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഹിന്ദി എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. परंतु फारसी और अरबी के शब्दों से लदी हुई उर्दू भाषा के लिए संयुक्त प्रांत और पंजाब के नगरों और कस्बों तथा बड़े बड़े शहरों की सिवा और कोई क्षेत्र नहीं है. അപ്പോൾ എന്താ പറയുക, പാഴ്സിയിലെയും അറബിയിലെയും പഞ്ചാബിലെ നഗരങ്ങളും ചെറിയ പട്ടണങ്ങളും ഹൈദരാബാദിലെ മുസ്ലിങ്ങൾ ഏകദേശം 8 കോടി ഉണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. അപ്പോൾ നഗരങ്ങളും അല്ലാതെ മറ്റൊരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം. എന്നാൽ പാഴ്സിയിലെയും അറബിയിലെയും പഞ്ചാബിലെ നഗരങ്ങളും ചെറിയ പട്ടണങ്ങളും ഹൈദരാബാദിലെ വലിയ വലിയ നഗരങ്ങളും അല്ലാതെ മറ്റാരും എന്ത് ചെയ്തു, മറ്റൊരു സ്ഥലവും ഇവിടെ ഉണ്ടായിരുന്നില്ല. മുസൽമാൻ സംഖ്യാമേ അവശ്യ 8 കരോഡ് ഹെ. മുസ്ലിങ്ങൾ ഏകദേശം 8 കോടിയിൽ ഉണ്ടായിരുന്നു. ലേക്കിൻ ഉറുദു ബോൾനെ വാലെ മുസൽമാൻ ഇസ്കെ 1/4 സെ അധിക് ന ഹോ ഗയ. എന്നാൽ ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഇതിൻ്റെ 1/4 ഭാഗം പോലും ഇല്ലായിരുന്നു. ഐസി അവസ്ഥ മേ ക്യാ ഉച്ചകോടി കി രാഷ്ട്രീയത കെ വിചാർ സെ ഉസ്കി ആവശ്യകത നഹി ഹെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ
ഉന്നതമായ ദേശീയ കാഴ്ചപ്പാടോടെ ഉറുദുവിൽ ആവശ്യമായ മാറ്റം വരുത്തി ഹിന്ദിയെ ചേർക്കേണ്ടതില്ല. उर्दू में कुछ आवश्यक सुधार और वृद्धि करके उसे हिंदी के साथ मिला लिया जाए और हिंदी में भी इसी प्रकार के वृद्धि करके उसे उर्दू में मिला जाए और इस मिश्रित भाषा को इतना दृढ़ कर दिया जाए कि सारे भारतवर्ष में बोली समझी जा सके. അപ്പോൾ എന്ത് വേണം? ഇന്നത്തെ ആവശ്യമായ മാറ്റം വരുത്തി ഹിന്ദിയുമായി ചേർക്കേണ്ടതില്ല. ഹിന്ദിയിൽ ഇപ്രകാരമുള്ള മാറ്റം വരുത്തി ഉറുദുവുമായി എന്ത് ചെയ്യേണ്ടതില്ല? ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മിശ്രിത ഭാഷയ്ക്ക് കൂടുതൽ ഊനം നൽകുകയാണെങ്കിൽ എല്ലാ ഭാരതീയർക്ക് സംസാരിക്കാനും മനസ്സിലാക്കാനും എന്ത് ചെയ്യുന്നു? അത് സാധിക്കുമായിരുന്നു. ഹമാരെ ലേഖോ ജോ കുച്ച് ലിഖെ, നമ്മുടെ ലേഖന്മാർ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? വഹ് ഏക്ക് വിശേഷ ക്ഷേത്രത്തിലെ നഹോ ബൽക്കി സാരെ ഭാരതത്തിലെ ലേഖോ, അവർ എഴുതിയിരിക്കുന്നത് എന്താണ്? എല്ലാ ഭാരതീയർക്കും വേണ്ടി ആണ് അല്ലേ? ഇസ് സിന്ധി ഭാഷ ഇസ് പ്രകാർ കെ മിശ്രിത കാ ബഹുത് അച്ഛാ ഉദാഹരണ ഹെ. സിന്ധി ഭാഷ ഇത്തരത്തിലുള്ള മിശ്രിതത്തിൻ്റെ വളരെ നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ എങ്ങനെയാണ് ഭാഷയുടെ വളർച്ച എന്താണ്, ഏതൊക്കെ പ്രദേശങ്ങളാണ് ഭാഷ വന്നിരിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലൊരു ഭാഷ, എത്ര കോടി ജനങ്ങൾ ഭാഷ സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ടഫാണ്, എന്നാലും വായിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ വാക്കുകളും നന്നായിട്ട് വായിച്ച് തന്നെ മനസ്സിലാക്കി പോവുക. ഓരോ അർത്ഥങ്ങളും ഹിന്ദി മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇതുപോലെ 15 ട്രാൻസ്ലേഷൻ ഉണ്ട്. ഓരോ ട്രാൻസ്ലേഷൻ്റെ ഓരോ വീഡിയോ അയച്ചു തരാം. അത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നമസ്തേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.